സീസൺ 7 ഇന്ന് ലാലേട്ടൻ വൈകുന്നേരം ഏഷ്യാനെറ്റിൽ ലോഞ്ച് ചെയ്യുകയാണ്. അത് കണക്ക് തന്നെ സീസൺ 6ന് ശേഷം കുറേ ലേറ്റായിട്ടാണ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 7ൻ്റെ പണിയുമായിട്ടാണ് വരുന്നത്. വളരെ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. എന്താണെന്നറിയത്തില്ല. എങ്കിലും നോക്കാം നമുക്ക്. അതുപോലെ തന്നെ ബിഗ് ബോസിനകത്ത് പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ ഫുൾ ലിസ്റ്റും പുറത്ത് വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ്. നമ്മുടെ കൊലസുധിയുടെ വൈഫ് രേണു സുധിയാണ് ഫുൾ നെഗറ്റീവുമായിട്ടാണ് ബിഗ് ബോസിനോട് പുള്ളിക്കാരത്തി കയറുന്നത്. പക്ഷേ പുള്ളിക്കാരത്തി ശ്രമിച്ച പോസിറ്റീവും കൊണ്ട് ഇറങ്ങാവുന്നതാണ്. അതുകണക്ക് തന്നെ ടെലിവിഷൻ പരമ്പരയിൽ പങ്കെടുത്തിട്ടുള്ള ഷാനവാസ്, പുള്ളിക്കാരനെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് കുങ്കുമം പൂവ് സീരിയലിലെ അതിനകത്ത് രുദ്രൻ എന്ന കഥാപാത്രമാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ അതാണ്. അതുപോലെ തന്നെ അപ്പാനി ശരത് സിനിമാ നടനാണ്. തമിഴ് മലയാള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെന ഫാത്തിമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അത് കൂട്ടത്തിൽ ഏറ്റവും ഏജ് കുറവുള്ള പെൺകുട്ടിയാണെന്ന് ആണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ബ്യൂട്ടി ടിപ്പുകളൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ കോമണറായിട്ട് വന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. തൃശ്ശൂരുള്ളതാണ്. സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തിയുമാണ്. അതുമാത്രമല്ല, ഈ കോമണർ എന്ന് പറയുമ്പോൾ ഇതാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണോ കോമണർ എന്നും പറഞ്ഞ് തിരഞ്ഞെടുക്കാനൊന്നും എന്തിനാ അങ്ങനെ ഒരു പദവി കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ പുള്ളിക്കാരൻ നടത്തിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനുമോൾ അറിയാമല്ലോ, സ്റ്റാർ മാജിക്കിനകത്തൂടെ നമ്മൾ കാണുന്ന വ്യക്തിയാണ് അനുമോൾ. ഫിലിം സ്റ്റാറാണ്. അതെങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയും കൂടിയാണ് അനുമോൾ. അതുപോലെ തന്നെ ആര്യൻ കത്തൂരിയ, ഒരു ഹിന്ദി ടെലിവിഷൻ പരമ്പരകളിലാണ് പുള്ളിക്കാരൻ ഉള്ളതെന്ന് പറയുന്നത്. മലയാളിയാണെന്നും പറയുന്നത് ആരാണെന്ന് നമുക്ക്. അതുപോലെ തന്നെ ആർത്തിയായിട്ടുള്ള പിൻസി, പുള്ളിക്കാരത്തി വയനാട്ടുകാരിയാണ്. അത് കണക്ക് തന്നെ പുള്ളിക്കാരത്തെയും സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറാണ്. അത് കണക്ക് തന്നെ കലാഭവൻ സരിക, നമ്മുടെ കോമഡി സ്കിറ്റുകളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള വ്യക്തിയാണ് കലാഭവൻ സരിക. വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടറാണ് അവർ. അതുപോലെ അക്ബർ ഖാൻ, അത് പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഗായകനാണ്. ഏഷ്യാനെറ്റിനകത്ത് തന്നെ സ്റ്റാർ സിംഗറിനകത്ത് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. പിന്നെ ആദില നൂറ, അവർ ലെസ്ബിയൻ കപ്പിൾസാണ്. രണ്ടുപേരും ഒരു മത്സരാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ഒനിയൻ സാബു ഫുഡ് ബ്ലോഗറാണ്. പുള്ളിക്കാരനും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതെനിക്ക് തന്നെ ബിൻസി സെബാസ്റ്റ്യൻ, പുള്ളിക്കാരത്തി എന്ന് പറയുന്നത് നമ്മുടെ സീരിയലുണ്ടല്ലോ ഏഷ്യാനകത്ത്, ഇപ്പോൾ ഒരു സീരിയൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി, അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. സാജൻ സൂര്യ എന്ന് പറയുന്ന പുള്ളിക്കാരനോട് അഭിനയിച്ച ഒരു സീരിയലുണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് മെയിൻ കഥാപാത്രമായിരുന്നു പുള്ളിക്കാരത്തി. പിന്നെ ആദില ശ്രീ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പിന്നെ ഏതോ ഒരു സിനിമയിൽ 2 സിനിമയിൽ അങ്ങാണ്ട് ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അത് കണക്ക് തന്നെ നിവിൻ, അത് ഡാൻസറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ്. പിന്നെ മറ്റൊരാൾ മുൻഷി രഞ്ജിത്ത്, പുള്ളിക്കാരനെ നമുക്കറിയാമല്ലോ, പണ്ടുപോലെ മുൻഷിനകത്ത് ഫുൾ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അത് കുറേ സിനിമയിലോ സീരിയൽസിലോ ഒക്കെ ഉണ്ട് പുള്ളിക്കാരൻ. സ്കിറ്റൊക്കെ അവതരിപ്പിക്കാൻ പുള്ളിക്കാരനുണ്ട് മിക്കവാറും എല്ലാം. സ്റ്റേജ് ഷോകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ശൈത്യ സന്തോഷ്, പുള്ളിക്കാരത്തെ എന്ന് പറയുന്നത് നമ്മുടെ കോമഡി സ്റ്റാർ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ ഈ ഇടയ്ക്ക് അമൃത ചാനലാണെന്ന് തോന്നുന്നു, അതിനകത്തും കണ്ട് ഒരു ഡാൻസ് പ്രോഗ്രാമിനകത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി. പുള്ളിക്കാരത്തെ അമ്മയും കൂടെ ഒരു പ്രോബ്ലമൊക്കെ ഉണ്ടായത് വീഡിയോ ഒക്കെ ഇടയ്ക്ക് വൈറലായിരുന്നു. അങ്ങനെ സംഭവം. അതിന് ശാരിക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തിയാണ്. രേണു സുധിയായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി, അപ്പോൾ അത് പലരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി കുറേ വിഷയങ്ങളുണ്ടായിട്ടുള്ള പുള്ളിക്കാരത്തെയാണ്. അപ്പോൾ ഇവരൊക്കെ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നു. ഇതിനകത്ത് മത്സരാർത്ഥികളായിട്ട് വരുന്നുണ്ടെങ്കിലും ഇവർക്ക് തങ്ങളുടെ ചുമ്മാതെ വാഴയായിട്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്താൽ കൊള്ളാം. പിന്നെ പുതിയതായിട്ടൊരു ഹിന്ദി താരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദി താരം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് ജെസിൽ തക്രാർ, പുള്ളിക്കാരത്തി മലയാളം അറിയത്തില്ലെന്ന് പറയും. ഒന്നാമത് ബിഗ് ബോസിനകത്ത് മലയാളം മാത്രമേ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഹിന്ദിയിലൊക്കെ ഉള്ളവരെ കൊണ്ടുവന്ന് ഇവരെങ്ങനെയായിരിക്കും സംസാരിക്കുന്നതും രീതിയൊക്കെ, മലയാളം ഒട്ടും അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഇനി നോക്കാം, വരുമ്പോൾ അറിയാം ഞാൻ. എന്തായാലും ഇത്രയും പേരാണ് പങ്കെടുക്കുന്നതായിട്ട് അറിവുള്ളത്. എന്തായാലും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശരിക്കും ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് ഇത്രയും ലേറ്റായിട്ടാണ് 7 തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരൊക്കെ പങ്കെടുക്കുന്നത്. വാഴകളാണോ, ഒളിഞ്ഞിരിക്കുന്ന കളിക്കുന്നവരാണോ എന്നൊക്കെ നോക്കാം. ഇത്തവണത്തെ ബിഗ് ബോസ് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാവരും രേണു സുധി